ഈശ്വരാ, ഈ റൂമിൽ നല്ലതും കിട്ടണേ. അലമാരയും കട്ടിലൊന്നും ഇല്ലാത്ത റൂമാ. എന്നാലും ഇത് ആയ റൂം? ആരാ? തൂക്കി തൂക്കി. സോറി, ഞാൻ അറിയാതെ വീട്ടിൽ കയറിയതാ, ക്ഷമിക്കണം. പറയല്ലേ, ആരടുത്തും പറയല്ലേ. പേടിക്കണ്ട, ഞാൻ ആരടുത്തും പറയണമെന്നും പോണില്ല. നമുക്കൊന്നിരുന്ന് സംസാരിച്ചാലോ? ഇവന്ത് ഇങ്ങനെ നോക്കണം? ഇവന്ത് കടിക്കോ? എങ്കിൽ പറടാ, നിനക്ക് എന്ത് പറയാനുള്ള? എനിക്ക് എൻ്റെ അച്ഛനമ്മയെ പേടിയാണ് കേട്ടാ. എപ്പോഴും പടി പടി പടിയെന്നും പറഞ്ഞുകൊണ്ട് എന്നെ ഉപദ്രവിക്കുമായിരുന്നു. എനിക്ക് താങ്ങാവുന്നതിലപ്പുറം ഇടുന്നതൊക്കെ. നിനക്ക് കൂട്ടുകാരാരുമില്ലേ? എനിക്ക് ഫ്രണ്ട്സ് ആരുമില്ല. എന്നെ വീട്ടിൽ നിന്ന് വെളിയിൽ വിടില്ല. സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ ട്യൂഷൻ. ചേട്ടനൊരു കാര്യം അറിയാമോ? ഈ എക്സാമിന് മാർക്ക് കുറഞ്ഞ അന്നത്തെ ദിവസം ഞാൻ പട്ടിണിയാട്ടോ. ഭാഗ്യം പഠിക്കാൻ പോകാത്ത. എല്ലാവരും വെക്കേഷന് കൂട്ടുകാരന്മാരുടെ കളിക്കുമ്പോൾ എൻ്റെ അടുത്ത് മാത്രം പടി പടി പടി. ഇതെല്ലാം കേട്ട അവസാനം തല പെരുത്ത് പോവും. ഇങ്ങനെ എന്നെ കുറിച്ച് സംസാരിക്കാൻ ആളില്ലായിരുന്നു. എൻ്റെ വിഷമങ്ങൾ കേൾക്കാൻ ആളില്ലായിരുന്നു. ഒന്നിനും ആളില്ലായിരുന്നു. ഇപ്പം ചേട്ടൻ വന്നു, അതുകൊണ്ട് എൻ്റെ വിഷമങ്ങൾ പറഞ്ഞു തീർക്കാൻ ഒരാളുണ്ടല്ലോ. ചേട്ടൻ ഈ ഫാൻ കണ്ടോ? ഇതിലാ ഞാൻ തീർന്നത്. ഒരു ദിവസം റിസൾട്ട് വന്ന ദിവസം, അന്ന് അവരെന്നെ റൂമിൽ പൂട്ടിയിട്ട് പോയി. അന്ന് എൻ്റെ തല പെരുത്ത്. എനിക്ക് എൻ്റെ കൺട്രോൾ ഫുള്ളും നഷ്ടപ്പെട്ടു. പിന്നൊന്നും നോക്കിയില്ല. എൻ്റെ നശിച്ച ജീവിതത്തിൽ നിന്ന് ഞാൻ അങ്ങനെയായിട്ട് രക്ഷപ്പെട്ട. ചേട്ടൻ ഇപ്പോഴും മനസ്സിലായില്ലല്ലേ? ഞാൻ മരിച്ചിട്ട് 10 വർഷമായേട്ട. ഇപ്പോൾ ആട്ടെ ഞാൻ എൻ്റെ ജീവിതം ആസ്വദിച്ചു തുടങ്ങിയത്. ഇനി ചേട്ടനുണ്ടല്ലോ.